എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒലിവിയ ഡിസൈൻസിലാണ്. ഒലിവിയ ഡിസൈൻസുമായി റിലേറ്റഡ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-14 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ന ഇഷ്യൂ ഉണ്ടായ അതുണ്ടായി ഇതുണ്ടായ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെന്താ ഈ സ്ഥാപനം പൂട്ടിപ്പോണോ, ഇനി ഇവര് ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല, ഇവരല്ലാതെ അടഞ്ഞുകൂടി ആ ഒരു ലെവലിൽ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ അതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഇവിടുത്തെ ഓണറായ സിബി എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫോണോ ക്യാഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൊടുക്കാമെന്ന്. അപ്പോൾ അതിനെ തുടർന്ന് കുറേ കമന്റ്സും കാര്യങ്ങളും എൻ്റെ വേറെ പല വീഡിയോസിൽ വന്ന്, നീ എന്താ ക്യാഷ് വാങ്ങിയോ അല്ലെങ്കിൽ നീ കൂപ്പർ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും വന്നിട്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത്. ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ എനിക്ക് പൂര നെഗറ്റീവാണ്. എനിക്കതൊന്നും കുഴപ്പമില്ല, നമുക്ക് നമ്മുടേതായ ഒരു ജെന്യൂനിറ്റി കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു, ഈ പറഞ്ഞ പോലെ ഫോണും പൈസയും കിട്ടാനുള്ള കുട്ടികളെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരിട്ട് തന്നെ ഒലിവിയയിൽ വന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും. അല്ലാണ്ട് എന്നും ഇതൊരു കണ്ടന്റ് ആക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു എന്താ പറയുക, ഇവരെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ തൊലച്ച് നാറാണത്താക്കണം, ഇനി ജീവിതത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ രീതിയിൽ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കുന്ന ചില ടീംസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അത് യോജിപ്പില്ല. നമ്മൾ എന്തായാലും അവരെ പറ്റിയിട്ട് കുറെ വീഡിയോസും കാര്യങ്ങളും ചെയ്തു. അത് ഇവിടെ നിന്ന് അവർ കുറെ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി, പറയുന്ന ഫോണ് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതുമായി റിലേറ്റ് ആയിട്ട് ഇനി ആ കുട്ടികൾക്ക് ഈ ഫോണും പൈസയും കിട്ടണം. അതാണ് അതിന്റെ ഒരു ന്യായം എന്ന് പറയുന്ന കാര്യം. അല്ലാണ്ട് ഈ വിഷയം എന്നും നീട്ടി കൊണ്ടുപോയി ചിലവർ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്ത് ഞങ്ങൾ പോരാടുന്നു, നീതി മറ്റേതാണ് മറിച്ചാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പിള്ളേർക്ക് കിട്ടേണ്ട സാധനം കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കോൺടാക്റ്റിലുള്ള 1-2 പിള്ളേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ നേരിട്ട് ഇവിടെ വന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് കാണാനായിട്ടാണ് ഇന്ന് ഞാനും എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ഇവിടുത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും, ഇവരുടെ ഷോപ്പ് കണ്ടായിരുന്നു, ഇവരുടെ ഈ പറയുന്ന ഓൺലൈൻ വീട്ടിന് കൂടെയുള്ള ഓൺലൈൻ ഷോപ്പുകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക, അതായത് കുട്ടികൾക്ക് കിട്ടാനുള്ള ഫോണും ഈ പറയുന്ന പൈസയും, അവർക്ക് കുറച്ച് എമൗണ്ടും കുറച്ച് പിള്ളേർക്ക് ഫോണും കിട്ടാനുണ്ട്, ഇത് രണ്ടും പരിഹരിക്കുക എന്ന ഒരു ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവർ തിരിച്ച് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ കേസും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ പിള്ളേരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊരു പരിഹാരം കാണണം, കേസും കാര്യങ്ങളായിട്ടൊക്കെ നടക്കാം, നിങ്ങളുടെ കയ്യിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലും പൈസ ഇല്ല, അവർക്കും താല്പര്യമില്ല, ഇതെങ്ങനെയെങ്കിലും പ്രശ്നം തീർന്നു കിട്ടിയാൽ മതിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ ഇവരുമായിട്ട് ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തി, ഓണറായ സിബി എന്ന് പറയുന്ന വ്യക്തിയോടൊക്കെ ഞാൻ ഒരുപാട് നേരം, എനിക്ക് തോന്നുന്നു ഞാനിന്ന് 1 മണിക്ക് എത്തിയിട്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം. അതുവരെ ഇവിടെ ഇരുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി സംസാരിച്ച് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്കാനുള്ള പിള്ളേർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ പറഞ്ഞിട്ടും ഇവരുടെ ഭാഗത്തുള്ള ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിള്ളേർക്ക് റിസൈൻ ലെറ്റർ കൊടുക്കാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കമ്മീഷനും സാലറിയും പിന്നെ ഒന്ന് വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. അങ്ങനെയുള്ള സാധനമാണ്. അതിനുള്ളൊരു സ്ലിപ്പ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അതിൽ ഒലിവിയ സാലറികൾ കമ്മീഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ നിന്നും ജോലി നിർത്തുമ്പോൾ 1 മാസം മുമ്പ് റിസൈൻ ലെറ്റർ നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം എനിക്ക് ലഭിക്കേണ്ട സാലറികൾ കമ്മീഷൻ നൽകേണ്ടതില്ല, ഞാൻ ആവശ്യപ്പെടുകയുമില്ല, എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഒപ്പിട്ട് കോപ്പി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കുന്ന സാലറി സ്ലിപ്പിലുണ്ട്. അപ്പൊ റിസൈൻ ലെറ്റർ കൊടുക്കാതെ ഇവിടെ നിന്ന് പോയ കുട്ടികൾക്ക് പിന്നെ വന്നിട്ട് ആ കമ്മീഷനോ സാലറിയോ വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ അങ്ങനെ ആയിരുന്നിട്ട് കൂടി ഈ പിള്ളേർക്ക് കൊടുക്കാനുള്ള ഓരോ എമൗണ്ടും ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് വിവിയൊക്കെ ഉണ്ടായിരുന്നു, വേറെ യൂട്യൂബേഴ്സ് ഒന്നുമില്ല, അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും വന്നിരുന്ന് കൺവിൻസ് ചെയ്തിട്ടാണ് അങ്ങേര് അത്രയും അത് സമ്മതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മാക്സിമം എഫർട്ട് ഇട്ടിട്ട് വിവിയും കൂടി സംസാരിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യണം. അതായത് പിള്ളേർക്ക് ഈ പറയുന്ന പോലെ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം. അല്ലാതെ യൂട്യൂബേഴ്സിന് ഇതൊരു കണ്ടന്റാണ്, അവരെന്നും ഓരോ കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒലിവിയ ഡിസൈൻസുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാവരും കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലർ ഇപ്പോഴും അതിനെ പിടിച്ചു വെച്ച് വലിച്ചു നീട്ടിക്കൊണ്ട് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കണം, സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് ഇവിടെ ആർക്കും ചിന്തയില്ല. ആ ഒരു ചിന്തയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഇത് പരിഹരിച്ച് ഓക്കെ ആക്കാമെന്ന സിറ്റുവേഷനിൽ വന്നപ്പോൾ എല്ലാം സംസാരിച്ച് വെച്ചു. ഞാൻ ഈ പിള്ളേരെ പിള്ളേർക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് ഇട്ട് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് ഞാൻ അങ്ങേരുമായിട്ട് സംസാരിച്ചു, എൻ്റെ മാക്സിമം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല, ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല.
എനിക്ക് വേണ്ടി പോലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പോലും ഒരുത്തന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ സീരിയസ്ലി പറയാം. അങ്ങനെ ഞാൻ ഈ പിള്ളേർക്ക് എങ്ങനെയെങ്കിലും നീതി കിട്ടട്ടെ. പല സ്ഥലങ്ങളിലൊന്നും, ഇടുക്കിയും പല സ്ഥലങ്ങളും പല ജില്ലകളൊന്നും വരുന്ന കുട്ടികളാണ്. അവർക്കൊന്നും ഈ കേസിന്റെയും അക്കാണത്തിന്റെയും പിന്നാലെ നടക്കാൻ പറ്റുമോ? അങ്ങനെ ഈ പ്രശ്നം തീർന്ന് അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഈ പിള്ളേരെ വിളിച്ച് സംസാരിച്ച് അവസാനം പിള്ളേർക്ക് അതൊന്നും പറ്റത്തില്ല. പിള്ളേർക്ക് ഈ പറഞ്ഞതുപോലെ അത് അതിന്റെ വശത്ത് പോട്ടെ, ലേബർ ഓഫീസിന്റെ വശത്ത് പോട്ടെ, DSP വിളിച്ചിരുന്നു, അതിന്റെ നോട്ടീസും ഇതിന്റെ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ എന്തൊക്കെയോ പറയുക. സത്യം സീരിയസ്ലി ഞാൻ പിള്ളേരെ കുറ്റപ്പെടുത്തുകയല്ല. ഇത് പിള്ളേരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരു കോക്കനട്ടും കിട്ടാൻ പോകുന്നില്ല. അതാണ് സത്യാവസ്ഥ. എങ്ങനെയെങ്കിലും ആ പ്രശ്നം പരിഹരിച്ചിട്ട് ഈ പറയുന്ന പോലെ കിട്ടാനുള്ളത് വാങ്ങി പോണമെന്ന് നോക്കാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് ഇതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ന്റെ കണാണ്ടാക്കും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തി പിള്ളേർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ മതി, പേപ്പർ പോലും വേണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. സത്യം സീരിയസ്ലി പറയും, തെളിവ് പോലും വേണ്ട, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഈ പറയുന്ന ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് തന്നെ എനിക്കും തോന്നി. ഞാൻ ഈ പറഞ്ഞതുപോലെ പിള്ളേരെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന മാക്സിമം ഞാൻ ആ കുട്ടികളടുത്ത് പറഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ പിള്ളേർ ഇതിന്റെ പിറകെ ആരെങ്കിലും പിൻബലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഏതെങ്കിലും യൂട്യൂബർമാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം താല്പര്യാർത്ഥമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പിറകെ നടന്ന് പൈസയും നഷ്ടമായി കോടതിയും കയറി ഇറങ്ങി നടക്കാമെന്നല്ലാണ്ട് നീതി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം, ഫോണായിക്കോട്ടെ പൈസ ആയിക്കോട്ടെ, ഒരു കാരണവശാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി കുറച്ച് പല്ലിൻ്റെ ഇഷ്യൂസും ഉണ്ട്. അതും നോക്കാതെയാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വന്നത്. അന്നപ്പോൾ ആർക്കും ഒന്നിനും വയ്യടെ. ഞാൻ എന്തോന്നില്ല ഇതിന്റെ പേരിൽ ഞാൻ ഇനി ഇങ്ങനെ പൈസ വാങ്ങി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ മെഴുകാൻ വരരുത്. വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല പരിപാടി ഞാൻ വിളിച്ച് കേട്ടിത്തരാം. ഈ പ്രശ്നം എങ്ങനെയും തീർന്ന് ആ കിട്ടാനുള്ളത് പിള്ളേർക്ക് കിട്ടിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ വന്നിട്ട് ഞാൻ ഒരുമാതിരി ഇതായ പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥിതി എൻ്റെ അടുത്ത് ഈ പറയുന്ന കുട്ടികൾക്ക് എല്ലാം കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് ഇപ്പോൾ ഇവിടെ സ്പോട്ടിൽ തീർക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇത് വേറെ ലെവലിൽ കൊണ്ടുപോയി അങ്ങനെ കേസ് വെക്കാനായിട്ട് നടക്കാനാണ് എല്ലാവർക്കും താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. കയ്യിൽ പൈസ ഉള്ളവർ ഇനിയിപ്പോൾ കേസ് കാര്യങ്ങളായിട്ടൊക്കെ നടക്കും. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ കുട്ടികൾ എൻ്റെ അടുത്ത് ആദ്യം മുതലേ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഫോണും പൈസയും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇതിന്റെ പിന്നാലെ ഇല്ല. ഓക്കെ, അത് കേട്ടും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇതിന്റെ പിന്നാലെ ഇല്ലെന്ന് പറഞ്ഞാൽ അത് കേട്ടും കൊണ്ട് അതും വിശ്വസിച്ചാണ് ഞാനും ഇവിടെ വന്ന് ഇന്ന് എൻ്റെ ഒരു ദിവസം ഫുള്ള് എനിക്ക് വയ്യ, സത്യം പറയാം വയ്യാഞ്ഞിരുന്നിട്ടും ഞാൻ എൻ്റെ ഒരു ദിവസം ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്ത് ഈ പ്രശ്നം എങ്ങനെ തീർത്തിട്ട് ഞാൻ പോകാന്ന് വെച്ചാൽ. അപ്പൊ ആർക്കും ഒന്നിനും വയ്യ. അപ്പൊ നിങ്ങളെ എനിക്കറിയില്ല ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പിൻബലമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഒലിവിയെ പൂട്ടിയാടങ്ങോ അല്ലെങ്കിൽ പൂട്ടിച്ചാടങ്ങോ എന്നാണെങ്കിൽ എനിക്ക് അറിഞ്ഞോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ഫോണും പൈസയാണെങ്കിൽ അത് വാങ്ങിച്ച് സ്കൂട്ടാവാൻ നോക്കാം. അല്ല ഒലിവിയ പൂട്ടണം. ഞാൻ ആദ്യം മുതൽ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഒലിവിയ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അവർ മുന്നോട്ട് പോകുക. നിങ്ങൾ ഒരു സ്ഥാപനം ഒരിക്കലും പൂട്ടിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ തെറ്റുണ്ടോ? അവരെ സ്ഥാപനം കൂട്ടണമെന്ന് എനിക്ക് ഒരു കാരണവശാലും താല്പര്യമില്ല. ഇന്നലെ വേറൊരു ബ്രോ എന്നെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഇതിൽ പ്രശ്നത്തിൽ എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല എന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ എല്ലാം കണ്ടു. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് നമ്പർ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പ്രശ്നം ഒരു കുട്ടികൾക്ക് പോലും ഫോണും പൈസയും പോലും വാങ്ങി കൊടുക്കാതെ ഞാൻ അതൊന്ന് സ്കൂട്ടായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഇതിന്റെ അപ്പുറം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ആ പിള്ളേർക്ക് ഫോൺ വാങ്ങി കൊടുക്കാൻ എല്ലാത്തിനും വേണ്ടി റെഡിയായി ഇവിടെ എൻ്റെ സമയം കളഞ്ഞ് ഞാൻ വന്നിട്ട് അങ്ങേരെയും കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന എക്സ്ട്രീം ലെവൽ എഫർട്ട് ഇട്ടിട്ട് ഞാൻ സമ്മതിപ്പിച്ചപ്പോൾ ആർക്കും വരാനും വേണം. എല്ലാവരും ലേബർ അങ്ങനെ ഇങ്ങനെയൊക്കെ DSP വിളിച്ച് അത് വിളിച്ച് പേപ്പർ പോയി അത് പോയി ഇതുപോലെ എല്ലാവരും എൻ്റെ പിന്നാലെ ഞാനല്ല എനിക്ക് എന്തോ പറയും. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടി അവരെന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അവർ ഈ വീടും കടയൊക്കെ പൂട്ടി എല്ലാം കൂടി പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി അടയിരിക്കണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണം. അവർക്ക് ഇനി ജീവിക്കട്ടെ. അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുള്ള ഈ ഫോണ് ഇഷ്യൂസ് പൈസയുടെ കാര്യങ്ങൾ ഒരു തെളിവ് പോലും ഇല്ല. എന്തിന് നിങ്ങൾ റിസൈൻ ലെറ്റർ ഇല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ പിന്നെ വന്ന കമ്മീഷൻ സാലറി വാങ്ങാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല. പക്ഷെ അത് ഉൾപ്പെടെ കൊടുക്കാം എന്ന് പറഞ്ഞ ആ വ്യക്തി, എനിക്ക് എൻ്റെ അപ്പുറം ഒന്നും പറയല്ലേ, അങ്ങനെ അത് വരെ തരാം. അതും ഞാനും ഇവനും വന്ന് രാവിലെ മുതലേ അല്ലെങ്കിൽ ഉച്ച മുതലേ ഇവിടെ വന്നിരുന്ന് നമ്മൾ പറയേണ്ട മാക്സിമം പറഞ്ഞിട്ടാണ് അങ്ങനെ സമ്മതിച്ചത്.
അത്രയും സമ്മതിച്ച് എല്ലാം ഓക്കെ ആക്കാം എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന ആർക്കും ഒന്നിനും വയ്യ. പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ ഞാൻ ഇനി പറ ഞാൻ പൈസ വാങ്ങിച്ചു ഒലിവിയ അങ്ങനെ ഒരുത്താൻ പറയണമെങ്കിൽ അവൻ ഉണ്ടെങ്കിൽ അവൻ തെളിയിക്കണം. ഞാൻ 1 രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് യാവനെങ്കിലും തെളിയിച്ചു അവൻ പറയണ പണിയായിരുന്നു. 1 രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ വന്നു ഈ പറയുന്ന സിബി ആയാലും അച്ചു എൻ്റെ അടുത്ത് ഇതുപോലെ കണ്ടില്ല, ഞാൻ സംസാരിച്ചില്ല. സിബി വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അങ്ങനെ ഇനിയിപ്പം നമ്മൾ വന്നു നമ്മുടെ അടുത്ത് വളരെ മാന്യമായിട്ട് പെരുമാറിയ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു ഇല്ലെന്നൊന്നും പറയില്ല. ഞാൻ അല്ലേ പറഞ്ഞു നീ ഇവിടെ നിന്ന് പിന്നെ ജ്യൂസ് കുടിച്ചില്ല, ദാഹിച്ചേ വിശന്ന് ജ്യൂസും കുടിച്ചു ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം നമ്മളിവിടെ വന്ന പ്രശ്നം പരിഹരിക്കാനാണ് വന്നത്. എല്ലാം കഴിഞ്ഞ് പരിഹരിച്ച് പോകാമെന്ന് വെച്ചപ്പോൾ ആർക്കും വയ്യടെ. എല്ലാവർക്കും ഇവരെന്തോ അങ്ങ് തീർക്കണം എന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ കുട്ടികൾക്കും ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് സംസാരിച്ച കുട്ടിക്ക് ആ കുട്ടി പറയുന്നുണ്ട് എല്ലാവരുടെയും താല്പര്യത്താലൊന്നും അല്ല ഈ പറഞ്ഞ പോലെ ചിലർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അവർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ആയിപ്പോയി. ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ച കുട്ടിക്ക് കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാവരും അഭിപ്രായം കൂടി ഒന്ന് ചേരുമ്പോൾ നിങ്ങളൊക്കെ വരി ഇനി കോടതിയാ എവിടെയാണെന്ന് വെച്ചാൽ കയറി ഇറങ്ങി നടക്ക്, കിട്ടുമ്പോൾ വാങ്ങി. എനിക്കല്ല അതിൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം പരിഹരിച്ച് സോൾവ് ചെയ്ത് ആ സാധനം തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങേരെയും ചൊറിഞ്ഞ് കിട്ടണേക്കെ വാങ്ങിച്ചു പിടിച്ചു. അല്ല എനിക്ക് എൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. എന്തായാലും വേറെ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഈ സാലറി സ്ലിപ്പിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റിസൈൻ ലെറ്റർ വാങ്ങാതെ പോയ ഒരു കുട്ടിക്കും പിന്നെ ഒരു സാലറിയിലോ ഒരു കമ്മീഷൻ കിട്ടിലോ ഓർഡർ ഇട്ടിട്ടുണ്ട്, ഡെപ്പോസിറ്റും കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇനി ഇതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോടതിയിൽ ആവശ്യം നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തെളിവുകളാണ്. തെളിവുകൾ നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് ഈ പറയുന്ന ഈ സ്ലിപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പിള്ളേരെ. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ വന്ന് ഇത്രയും ഒരു കാര്യം സോൾവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആർക്കും വൈ പിന്നെ നടക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, എനിക്കല്ല ഒന്നും പറയില്ല. ഈ പറയുന്ന പോലെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഏതെങ്കിലും യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കും, എനിക്ക് ഒന്നും പറയാനില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ല അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഇതിന്റെ ഒരു ഇതായിട്ട് ഈ പറയുന്ന പോലെ ഈ സ്ഥാപനം പൂട്ടിച്ചേ അടങ്ങും, കെട്ടിയേ അടങ്ങും എന്ന് പറഞ്ഞ ഏതെങ്കിലും ടീംസ് മുന്നോട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ നിൽക്കും. അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരിഹരിക്കാമെന്നും വാക്കും തന്ന് എല്ലാം ഓക്കെ ആയി. എന്നിട്ടും ആർക്കും പറ്റുന്ന അവരെ വലിച്ചു കീറി അടങ്ങുമെന്നാണെങ്കിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നല്ല. അങ്ങനെ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ടുള്ള പരിപാടിക്കൊന്നും എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടവരൊക്കെ ലേബറാ DSP എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വാക്ക് പോവുക, കിട്ടുമ്പോൾ വാങ്ങുക, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കയറി ഇറങ്ങി നടക്കുക, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും ഞാൻ അങ്ങന്നേ വന്ന് കഷ്ടപ്പെട്ട് ഒരു മൊത്തം കണ്ട് ഇവിടുത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട് ആയിക്കോട്ടെ, ബാക്കി നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ. ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് പോകാമെന്ന് വെച്ചപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് നിയമപരമായി തന്നെ ഓക്കെ, നിയമപരമായി നീങ്ങിക്കോ, നല്ല കാര്യങ്ങളോ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി നീങ്ങിക്കോ. ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ച് കിട്ടാനുള്ള വാങ്ങിയിട്ട് പോകണമെന്നില്ല. എനിക്ക് പിന്നെയും ഞാൻ പറയുന്നു റിപ്പീറ്റ്ലി, ഈ പറയുന്ന പോലെ നിയമപരമായി പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് ന്യായം പോലെയാണ് സ്ലിപ്പ് ഉള്ളത്. അതിൽ എത്രത്തോളം നിങ്ങൾ സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ സീൻ വിടുകയാണ്. എനിക്കിതിൽ ഇനി ഈ പിള്ളേരുടെ കാര്യങ്ങളിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വാങ്ങിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിച്ച്, ആർക്കും താല്പര്യമില്ല, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.